ഇങ്ങ് വാ, ചെറിയൊരു പണിയുണ്ട് നിന്നെ കൊണ്ട്. ചൂണ്ട ഉപയോഗിച്ച് മീനെ പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. പക്ഷേ ആ ഒരു ചൂണ്ടയുടെ കൊളുത്ത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് യാതൊരു പിടുത്തവും ഇല്ല. കാരണം നമ്മളത് കണ്ടിട്ടില്ല. എന്നാ കാണാൻ, കുളത്തിൽ മീൻ കുടുങ്ങും, നമ്മളതിനെ പിടിക്കും, തിന്നും, പിന്നെ എന്നാ സംഭവിക്കാനാ? പക്ഷെ ആ ഒരു ഹുക്കിൽ മീൻ ലൈവായിട്ട് കയറി കുടുങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലൈവായിട്ട് മീനുകൾ നമ്മുടെ മീൻ കുടുക്കിൽ കുടുങ്ങുന്നതാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ നോക്കുക. എല്ലാവർക്കും ടിപ്സിലേക്ക് സ്വാഗതം. നേരെ മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ചൂണ്ടയല്ല ഉപയോഗിക്കാൻ പോകുന്നത്, പകരം നമ്മൾ വേറെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ഒരു കമ്പിനെ വളച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിനായിരിക്കും ഇനി നമ്മുടെ ഈ ഫിഷ് ട്രാപ്പിന് ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിലേക്കുണ്ടല്ലോ അത്യാവശ്യം ഇതേപോലെ വളഞ്ഞിരിക്കുന്ന ഒരു കമ്പി എടുത്ത് അതിന് നമ്മൾ കറക്റ്റായിട്ടും ഇവിടെ വെച്ചതിന് ശേഷം അതിനെ ചെറിയൊരു കമ്പി ഉപയോഗിച്ച് നമുക്ക് കെട്ടിയെടുത്തേക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കമ്പിക്ക് സപ്പോർട്ടായിട്ട് സൈഡിൽ ഇതേപോലെ 2 കമ്പി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ടിൽ ഹൊറിസോണ്ടലായിട്ട് 5 കുളത്തോട് കൂടിയ വേറൊരു കമ്പി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സംശയം തോന്നാം, എങ്ങനെയാണ് വെള്ളത്തിനിടയിൽ വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അത് വളരെ സിമ്പിളാണ് കേട്ടോ. അതിനായിട്ട് നമ്മളൊരു സ്മാർട്ട് ഫോണും പിന്നെ ഒരു അക്വേറിയമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് വെള്ളത്തിനിടയിൽ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള ചെറിയൊരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മേലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 മെത്തേഡ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ഫിഷ് ട്രാപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളത്തിലേക്ക് എടുത്ത് വെക്കുന്നതിന് മുന്നേ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മണ്ണിരനെ ഇതിലേക്ക് അങ്ങ് കോർത്തെടുക്കാം. അങ്ങനെ നമ്മൾ ട്രാപ്പ് വെള്ളത്തിലേക്ക് ആദ്യമായിട്ട് മുക്കാൻ പോവാണ്. വെള്ളമെല്ലാം അത്യാവശ്യം കലങ്ങിയാണ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ ട്രാപ്പ് വെള്ളത്തിലേക്ക് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് ഇഷ്ടം പോലെ മീനുകൾ, മിക്കതും തന്നെ ചെറുതായിട്ടുള്ള മീനുകൾ നമ്മുടെ ആ ഒരു ചൂണ്ടയുടെ കൊളുത്തിന് ചുറ്റും വന്ന് ആ ഒരു തീറ്റിനെ കൊത്തിത്തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പലതരത്തിലുള്ള മീനുകൾ വരുന്നുണ്ട്. പക്ഷെ ആരും തന്നെ നമ്മുടെ ഒരു തീറ്റിനെ കൊത്താൻ റെഡിയാവുന്നില്ല. ആണ്ട് വലിയൊരു മീൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തീറ്റിനെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്, കൊത്തുമായിരിക്കും, നോക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ്ട് വാഴയ്ക്കവരെയും മീൻ വന്ന് നമ്മുടെ രണ്ടാമത്തെ കൊളുത്തിൽ നിന്ന് കൊത്തിയെടുക്കാൻ നോക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ ആദ്യത്തെയും രണ്ടാമത്തെയും ആ ഒരു ഹുക്കിലാണ് മിക്ക മീനുകളും വന്ന് ആ ഒരു തീറ്റിനെ കൊത്താൻ നോക്കുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് ഒരു തിരക്ക് കാരണം അവിടെ നിന്ന് ആർക്കും തന്നെ ആ ഒരു തീറ്റിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആണ്ട് നമ്മുടെ നേരത്തെ മീനാണ്ട് പതിയെ സൈഡിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട്. ആണ്ട് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആദ്യത്തെ മീൻ കുടുങ്ങിയിട്ടുണ്ട്. ആണ്ട് പക്ഷേ അത് ചാടിപ്പോയി. മീനുകളൊക്കെ ഇഷ്ടം പോലെ തീറ്റ തിന്നാൻ വരുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ആ ഒരു ഹുക്കിൽ കുടുങ്ങുന്നില്ല. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീൻ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഭയങ്കര വലിയൊരു മീനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ നിന്നും ആദ്യമേ രക്ഷപ്പെട്ടു പോയ മീനാണ് തോന്നുന്നത്. അതിൻ്റെ വായിൽ നിന്നും ആ ഒരു ചോരപ്പൊടിയിൽ നമുക്ക് കാണാൻ കഴിയും. രക്ഷപ്പെടാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല ഇവിടെ. അതിൻ്റെ ഇടയ്ക്കും ഇഷ്ടം പോലെ ചെറിയ ചെറിയ മീനുകൾ വന്ന് കൊത്താൻ നോക്കുന്നുണ്ട് നമ്മുടെ തീറ്റേനെ. പക്ഷെ അതെല്ലാം തന്നെ തീറ്റനെ കൊത്തി എടുത്തുകൊണ്ട് പോവാണ്. ഒന്നും തന്നെ നമ്മുടെ ഹുക്കിൽ കുടുങ്ങുന്നില്ല. വലിയ മീനുകൾ മാത്രമാണ് ഇവിടെ നമ്മുടെ ഹുക്കിൽ നിലവിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇനി ഏതായാലും ഈ വലിയ മീനിനെ അധികം നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നില്ല. കാരണം ആ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കൈയോടെ അങ്ങ് വിട്ടേക്കാം. അങ്ങനെ നമ്മൾ ട്രാപ്പ് വെള്ളത്തിൽ നിന്ന് എടുക്കാൻ പോവാണ്. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം മാത്രമേ ഈ ട്രാപ്പ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളതിനെ കുടുക്കിലെ ഒറ്റ മീൻ നമുക്ക് കയറിയിട്ടുണ്ട്. എന്നൊക്കെ പെട്ടെന്ന് കല്ലുകളൊക്കെ ചത്തുമൊക്കെ ഉള്ളത്. ആ ഒരു ചൂണ്ടയുടെ കൊളുത്തിൽ നിന്ന് നമ്മൾ ആ ഒരു മീനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈയോടെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടേക്കാം. അങ്ങനെ അത് പോയി. രണ്ടാമതൊന്നും കൂടെ നമുക്ക് ഈ ട്രാപ്പ് വെള്ളത്തിലേക്ക് വെച്ച് നോക്കാം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമേ ട്രാപ്പ് വെച്ചപ്പോൾ കുടുങ്ങിയ ഒരു മീനില്ലായിരുന്നു. അപ്പം അതേ ഇനത്തിൽപ്പെട്ട ഇഷ്ടം പോലെ മീനുകൾ നമ്മുടെ ട്രാപ്പിന് ചുറ്റും ആ ഒരു തീറ്റനെ ലക്ഷ്യമാക്കി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ ആ മീനുകൾ നമ്മുടെ ട്രാപ്പിൽ കയറി കുടുങ്ങുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ട്രാപ്പിൽ കുടുങ്ങിയ അതേ ഇനത്തിൽപ്പെട്ട മീനാണ്ട് രണ്ടാമത്തെ ട്രാപ്പിൽ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അതങ്ങനെ അധികം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല, ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പം ഒരു കാര്യം മനസ്സിലാവും, ചെറിയ മീനുകൾ മിക്കതും തന്നെ നമ്മുടെ ഒരു ഹുക്കിൻ്റെ അടിയിൽ നിന്നുമാണ് തീറ്റ കൊത്തി തിന്നാൻ നോക്കുന്നത്. കണ്ടോ? അപ്പം നമ്മുടെ ഒരു ഹുക്കിൻ്റെ ഒരു മൂർച്ചയുള്ള ഭാഗമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും വരുന്നില്ല. അത് കാരണത്താൽ ഇവർ ആ ഹുക്കിൽ കുടുങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രാപ്പിൽ രണ്ടാമത് വേറൊരു മീനും വന്ന് കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ആദ്യത്തെ മീൻ ചാടിപ്പോയി. അപ്പം നമ്മുടെ രണ്ടാമത്തെ കുടുക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 മീൻ കുടുങ്ങിയായിരുന്നു. പക്ഷേ രണ്ടും തന്നെ ഇറങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായി. ഏതായാലും പിടിച്ചു കഴിഞ്ഞ മീനെയല്ല. നമ്മൾ ചെറിയൊരു സ്മാർട്ട് ഫോണും പിന്നെ ഒരു അക്വേറിയമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
ഇത് വെച്ച് നമ്മൾ വെള്ളത്തിനിടയിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുള്ള ചെറിയൊരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഐ ബട്ടണിലും മണ്ണിരയൊന്നും ഇല്ലേ? അയ്യോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ടിപ്സ് ചെയ്യുന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ആക്കുക. ബൈ.